Hello friends. So now we have completed our discussion of 6 lessons. First 3 we have seen the empowerment, 3 lessons of empowerment. Now 2 lessons of harmony, harmonious relationship. Now this is the 3rd lesson on harmonious relationship. Harmony we have already seen, friendship, നല്ല ബന്ധങ്ങൾ, ഹാർമണി, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, ആ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുക, ഇതാണ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. നമ്മൾ മെൻഡിങ് വാൾസ്, നമ്മൾ രണ്ട് നെയ്ബേഴ്സ്, അതിൽ ഒരാൾ വിട്ടുകൊടുത്തു, അപ്പോൾ അവിടെ സമാധാനമായി. അമിഗോ പ്രദേശത്ത് നമ്മൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തു, അതുകൊണ്ട് എന്ത് വേണ്ടി അവർക്ക് സമാധാനം, അവരുടെ സ്നേഹമായി. ഇനി the third one is the hour of truth, സത്യത്തിൻ്റെ മണിക്കൂർ, അങ്ങനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷെ ദ അവർ ഓഫ് ട്രൂത്ത് മീൻസ് സത്യം ജയിച്ച സമയം, അതാണ് സത്യം ജയിച്ച സമയം. സത്യമേവ ജയത്തെ, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി അല്ലേ, ഓണസ്റ്റി ഈസ് ദ ട്രൂത്ത് വിൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത്, ബേസിക് തീം. ഇതിനു വേണ്ടി ഒരു ഡ്രാമ, ആ ഡ്രാമ, ആ പ്ലേ, ആ പ്ലേക്ക് is a one-act play. The Hour of Truth is a one-act play. അതിന് മുമ്പ് നമുക്ക് പെഴ്സിവൽ വൈൽഡാണ് അമേരിക്കൻ ഓഥർ, ഇതിൻ്റെ ഓഥർ. അദ്ദേഹം ഒരു ഫേമസ് മൂവ്മെൻറ്റ് അമേരിക്കയിലുണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ലിറ്റിൽ, ഹി പ്ലേസ് എ പോപ്പുലർ ഇൻ ദ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റ്. ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 20th സെഞ്ച്വറിയിൽ തുടങ്ങിയതാണ്. അതിൻ്റെ പ്രത്യേകത, ദാറ്റ് മൂവ്മെൻറ്റ് വാസ് എഗൻസ്റ്റ് കമേഴ്ഷ്യൽ ഫിലിംസ്, കച്ചവട സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കൊമേഴ്ഷ്യൽ ഫിലിംസ്. അപ്പം അതിനെതിരായിട്ടാണ് ഇവരിത് തുടങ്ങിയത്. കുറേ ഫ്രഷ് ഹാൻഡ്സ്, അതായത് വലിയ ഈ പ്രൊഫഷണൽസ് അല്ലാത്തവർ, ഈ പ്രൊഫഷണൽസും അമച്വർ എന്ന് പറയില്ല, അമച്വർ എന്ന് പറഞ്ഞാൽ ഒരു രസത്തിന് വേണ്ടി ചെയ്യുക. പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആൻഡ് അമച്വർ ക്രിക്കറ്റ് പ്ലേയേഴ്സ്. പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി, ജഡേജ, അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരല്ലേ. അമച്വർ എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഒരേ ക്ലബില്ലേ, അതൊരു രസത്തിന് വേണ്ടിയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, അല്ലാതെ വലിയൊരു പൈസ ഉണ്ടാക്കാനോ അല്ലെ പൈസയ്ക്ക് വേണ്ടി വലിയ ബെറ്റ് വെക്കാനോ ഇതിനൊന്നുമല്ല. അതാണ് എന്ന് പറഞ്ഞാൽ തന്നെ കച്ചവട സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിലൊക്കെ കാണുന്നത്. ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റ് വാസ് ആൻ എക്സ്പെരിമെൻ്റൽ തിയേറ്റർ. കുറേ ആൾക്കാരെല്ലാം വന്ന് അവർ ഈ നമ്മുടെയൊക്കെ ഇവിടെ നാട്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തന്നെ കുറച്ച് ആളുകൾ വന്നു തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ അവർക്കൊരു താല്പര്യമായി, അവർ തീരുമാനിച്ചു ഇതിന് ഈ കച്ചവട സിനിമ അല്ലാത്ത സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ പ്ലേ, ചെറിയ ചെറിയ നാടകങ്ങൾ നമുക്കിങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അതിൽ കൂടി സൊസൈറ്റിയെ മാറ്റുക, വാല്യൂസ് പഠിപ്പിക്കുക, സൊസൈറ്റിയുടെ മൂല്യങ്ങൾ ആ സിനിമ വഴി മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതായിരുന്നു ദ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം അതിനകത്ത് നമ്മുടെ പെഴ്സിവൽ വൈൽഡ് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലേസ്, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വളരെ പോപ്പുലറായിട്ട് ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റ്സ് ആ ആളുകൾ അത് സ്വീകരിച്ചു, അതിങ്ങനെ പ്രസൻറ്റ് ചെയ്തു. ഈ ലിറ്റിൽ തിയേറ്റർ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്, മൂല്യങ്ങൾ മറ്റേ ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പൈസയ്ക്ക് വേണ്ടിയല്ല, പൈസയ്ക്ക് വേണ്ടിയുള്ളതാണ് കച്ചവട സിനിമ, കമേഴ്ഷ്യൽ ഫിലിംസ്. നമ്മുടെ വലിയ ബിഗ് ബഡ്ജറ്റ് 100 കോടി 500 കോടി എന്നൊക്കെ പറയുന്നത്, ഇത് ബാഹുബലി, അതുപോലെ തന്നെ പുലിമുരുകൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ഫിലിംസാണ്. അല്ലാതെ ചില ഫിലിംസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും ചെറിയ, അതാണ് അമച്വർ. ഇപ്പോൾ കോളേജിലെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു ഫിലിം എടുത്തു, അതൊരു അമച്വർ ഫിലിമാണ്, അമച്വർ ആർട്ടിസ്റ്റ്, അമച്വർ ഫിലിം മേക്കേഴ്സ് വി ക്യാൻ സേ. മറ്റൊന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സ്, അവർക്ക് വ്യവസായമാണ്. ഇതല്ല, ഇത് അവരുടെ രസം, അവർക്ക് ഇതൊക്കെ കാണിക്കും. ഞാൻ ഇത് കമ്പയർ ചെയ്താൽ മതി, പ്രൊഫഷണൽ ക്രിക്കറ്റ് ആൻഡ് അമച്വർ ക്രിക്കറ്റ്. അത് പ്രൊഫഷണൽ ഫുട്ബോൾ, അമച്വർ ഫുട്ബോൾ നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന ഇതിൽ അമച്വറാണ്, മനസ്സിലായില്ല. ഇപ്പം അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ അബൌട്ട് ദി ഓഥർ പെഴ്സിവൽ വൈൽഡ്,
American author and playwright. So playwright wrote novels and numerous short stories and one-act plays. Also wrote a textbook on theatre arts. Theatre arts എന്ന് പറഞ്ഞാൽ നാടകകലയെ പറ്റി ഒരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് എഴുതിയ ഒരാളാണ് ഇദ്ദേഹം. പെർസിവൽ വൈൽഡ് എന്നാണ് വായിക്കുന്നത്, പക്ഷെ അങ്ങനെ വൈൽഡ് ഒന്നും അല്ല, അത് നല്ല മനുഷ്യരായിരുന്നു. And then his plays were popular in the little theatre movements. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 1887 born, died in 1953. ഇത്രയും കാര്യങ്ങൾ ഓതറിനാണ്. ഇനി ഇതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നതാണ് മെയിൻ തീം. കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി. എങ്ങനെയാണ് അതൊരു ചീത്ത കാര്യമല്ലേ? പൈസ കിട്ടുമ്പോൾ ആൾക്കാരുടെ മനസ്സ് മാറും. ഇങ്ങനെയാണ് മനസ്സ് ചീത്തയാകും. കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ചീത്തയാകുക എന്നാണ്. ഇപ്പോൾ കറപ്റ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ചീത്തയായ DK, നമ്മൾ മലയാളത്തിൽ പറയും ചീഞ്ഞ എന്നൊക്കെ പറയുന്നത്. അതാണ് കറപ്ഷൻ. ആ അർത്ഥമുണ്ട്. അപ്പം നമ്മൾ മോശമാകുമ്പോഴാണല്ലോ നമ്മൾ ചീഞ്ഞവരായിട്ട് പോകുന്നത്. അതുപോലെ കറപ്ഷൻ, ഹൗ മണി ക്യാൻ കറപ്റ്റ് പീപ്പിൾ. ഇങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ പണം സ്വാധീനിച്ച് അതിനെ ചീത്തയാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. ഇതിപ്പം ഒരു വൺ ആക്ട് പ്ലേ ആയിട്ട്. ഈ വൺ ആക്ട് പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പം നോവലും ഷോർട്ട് സ്റ്റോറിയും പോലെ. നോവലിനകത്ത് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. ഷോർട്ട് സ്റ്റോറി അങ്ങനെയല്ല, ചെറിയൊരു സംഭവം, അതിനെപ്പറ്റി ഒരു ചെറിയ കഥ എന്ന് പറഞ്ഞാലാണ്. സാധാരണ പ്ലേസ് എന്ന് പറയുന്ന നാടകം എന്ന് പറഞ്ഞാൽ 5 ഭാഗങ്ങൾ കാണും. ഓരോന്നിനും ആക്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട്, ഫോർത്ത് ആക്ട്, ഫിഫ്ത്ത്. ഷേക്സ്പിയറിൻ്റെ പ്ലേസ് നിങ്ങൾ വായിച്ചു കാണും. ആസ് യു ലൈക്ക് ഇറ്റ്, അല്ലെങ്കിൽ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, മർച്ചന്റ് ഓഫ് വെനീസ്. ഇതൊക്കെ വായിക്കുമ്പോൾ കാണത്തില്ല ആക്ട് 1 സീൻ 1, ആക്ട് 1 സീൻ 2, ഇങ്ങനെ ഒരാക്ട് അതിനെ പല സീനായിട്ട് ഡിവൈഡ് ചെയ്യും. അതൊരു ഫുൾ പ്ലേ എന്നാണ് പറയുന്നത്. ഫുൾ ലെങ്ത് പ്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ പറയുന്നത് ഫുൾ ലെങ്ത് പ്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആക്ട് മാത്രമേ കാണൂ, ഒരു സീൻ. വേറെ സീൻ മാറ്റമൊന്നും സാധാരണ ഇത് കാണിയല്ല, ഷോർട്ട് സ്റ്റോറി പോലെ തരുള്ളൂ. അതാണ് വൺ ആക്ട് പ്ലേ. നമ്മൾ വൺ ആക്ട് പ്ലേ എന്ന് പറയും. നാച്ചുറലി നിങ്ങൾ ഓർക്കുകയല്ലേ, AIOU ഓ എന്ന് പറഞ്ഞാൽ ആൻ വൺ ആക്ട് പ്ലേ എന്ന് പറയാത്തതിന് ചിലർ ചോദിക്കും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ O is not a vowel, it is a vowel letter. AEIOU എന്നുള്ള വവൽസ് അല്ല, വവൽ ലെറ്റേഴ്സ് ആണ്. ഇംഗ്ലീഷിൽ 20 വവൽസ് ഉണ്ട്. 12 പ്യൂർ വവൽസും 8 ഡിഫ്തോങ്സും അങ്ങനെ തിരിച്ചിരിക്കുന്നത്. ഞാനൊരു 40 ലെക്ചേഴ്സ് ക്ലാസ് ഇതിനെപ്പറ്റി എടുത്തിട്ടുണ്ട്. യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് പഠിക്കാം. അപ്പം ഇത് വാ എന്നുള്ളത് അതൊരു കോൺസണന്റ് സൗണ്ടാണ്. അതാണ്. അതുകൊണ്ടാണ് A1-eyed എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി, നമ്മൾ ആൻ യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ്. A1-eyed man ഓയിൽ തുടങ്ങുന്നത്. പക്ഷെ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൃത്യമായിട്ട് പറയാൻ സെമി വോവലാണ്. ഇപ്പം സെമി വോവൽ ആയതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് മുമ്പ് ഉപയോഗിക്കുന്നത്. A1-act play. അതുപോലെ ഇയർ എന്നല്ല പറയുന്നത്, YEAR. ആൻ ഇയർ എന്നല്ല, ആൻ ഇയർ ഇതാ YEAR, ഇയർ അങ്ങനെ പറയുന്നത്. യൂണിവേഴ്സിറ്റി, A1-eyed man. പക്ഷെ മറ്റേ ഊന്ന നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയല്ലേ, നമ്മളിങ്ങനെയാണ് പറയുന്നത്, ആൻ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുന്നത്. അല്ല, യൂണിവേഴ്സിറ്റി. യാ സൗണ്ട് എന്ന് പറയുന്നത് ഹാഫ് വോവലാണ്, സെമി വോവൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓയും ഊം ഒക്കെ തുടങ്ങുന്ന വാക്കുകളുടെ മുമ്പിൽ ഉപയോഗിക്കാൻ കാരണം. മനസ്സിലായി? അതായത് ഈ ലെറ്ററാണ്, വോവൽ ലെറ്റർ. വോവൽ ലെറ്ററും വോവൽ സൗണ്ടും നമ്മൾ തിരിച്ചറിയണം. അതറിയണമെങ്കിൽ ഫോണറ്റിക്സ് പഠിക്കണം. അപ്പോൾ ഫോണറ്റിക്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 40 ക്ലാസ് ഇതിനകത്ത് ഞാൻ നേരത്തെ എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം, ഉച്ചാരണം പഠിക്കാം, പ്രൊനൗൺസിയേഷൻ പഠിക്കാം. അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, ഹിയർ A1-act play. ഇപ്പം ദ അവർ ഓഫ് ട്രൂത്ത്. ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ honesty is the best policy, truth wins, സത്യം
സത്യം സത്യം സത്യ ഏവ എന്നല്ല സത്യം സത്യമേവ ജയതി. ട്രൂത്ത് മീൻസ് അത്ര തന്നെ. ഞാൻ ഇന്നലെ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡ്രാമ ഈ 1 act play സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ ഒരു ഫ്ലെക്സ് അല്ല, ഒരു തുണിയൽ ഇങ്ങനെ എഴുതി കൊടുക്കണം സത്യമേവ ജയതി. എന്നിട്ട് വേണം ഇത് തുടങ്ങാൻ തന്നെ. സ്കൂളിലൊക്കെ സാധാരണ സ്റ്റേജ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ പ്ലേ ഒക്കെ, 1 act play. ഞങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോഴല്ല, കോവിഡൊക്കെ കഴിഞ്ഞ് നടക്കിയല്ലോ നടക്കില്ല. അപ്പോൾ അതാണ് ഇതിനെപ്പറ്റി പറയാൻ. ഓതറിനെ പറ്റി പറഞ്ഞു, ടൈറ്റിലിനെ പറ്റി പറഞ്ഞു, എന്തുകൊണ്ടാണ് 1 act play എന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ തീംസ് പറഞ്ഞു. ഇത് നെഗറ്റീവ് തീം എന്നാന്ന് ചോദിച്ചാൽ പണം നമ്മളെ എങ്ങനെയാണ് ചീത്തയാക്കുന്നത്. ഒത്തിരി പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെങ്കിലും ചീത്തയാകാൻ പോകുന്ന ടെൻഡൻസി ഉണ്ട്. ഇനി അല്ല, ധാരാളം പണം കിട്ടുന്നവർ ചീത്തയാകാതിരിക്കണമെങ്കിൽ ദാനധർമ്മം ചെയ്താൽ മതി. നമുക്കിപ്പം ഒരു 1 കോടി രൂപ കിട്ടി, നമ്മളതിനകത്ത് ഒരു കുറച്ച് കൊല്ലമായിട്ട് നമ്മുടെ ജീവിതം ജീവിക്കുക, ബാക്കി പാവങ്ങൾക്കെല്ലാം വീട് വെച്ച് കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് പൈസ കൊടുക്കുക, സ്കോളർഷിപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല ഇതിൻ്റെ പുറമെ ഒന്നായിട്ട് ഇങ്ങനെ കയറ്റി ഇതിൻ്റെ ഷൈലോക്കിൻ്റെ ഒക്കെ ജീവിതം നിങ്ങൾ വായിച്ചു കാണുമല്ലോ, ഇത് മർച്ചൻ്റ് ഓഫ് വെനീസ്. അവസാനം പ്രാന്ത് പിടിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് അത്. അപ്പോൾ അങ്ങനെയാണ്, അതിനെപ്പറ്റിയാണ് ഈ കഥ. ഇനി ഈ കഥയിൽ ഒരു 1 act play ആകുമ്പോൾ അതിനകത്ത് ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ക്യാരക്ടേഴ്സ്: റോബർട്ട് ബാൾഡ്വിൻ, ഹീസ് എ സെക്രട്ടറി ടു എ ബാങ്കർ മിസ്റ്റർ ജോൺ ഗ്രഷാം. ഈ റോബർട്ട് ബാൾഡ്വിനും ജോൺ ഗ്രഷാമും ഭയങ്കര ഫ്രണ്ട്സാണ്. നിക്കറിട്ട കാലം മുതൽ ഒരു കൂട്ടുകാരൻ. 35 വർഷത്തോളം അവർക്ക് അറിയാം പരസ്പരം. ഇവരുടെ രണ്ടുപേരുടെയും മനസ്സുകൾക്കറിയാം. ഭയങ്കര തിക് ഫ്രണ്ട്സ് നമ്മൾ പറയും. അത് നമ്മുടെ അമിഗോ ബ്രദേഴ്സ് പോലെ, അതായത് ഫെലിക്സും ആന്റോണിയോ അത്ര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ റോബർട്ട് ബാൾഡ്വിൻ ഈസ് എ സെക്രട്ടറി ടു എ ബാങ്കർ. ബാങ്കർ ഈസ് ബാൾഡ്വിൻസ് ബെസ്റ്റ് ഫ്രണ്ട് ജോൺ ഗ്രഷാം. ജോൺ ഗ്രഷാമാണ് ബാങ്ക് നടത്തുന്നത്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടാണ്, പക്ഷേ അതിൻ്റെ ഓൾ ഇൻ ഓൾ, അതിൻ്റെ ഓണറാണ് ജോൺ ഗ്രഷാം. പക്ഷേ അതിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് റോബർട്ട് ബാൾഡ്വിൻ. റോബർട്ട് ബാൾഡ്വിൻ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മാർത്ത, ഫാദർ ഓഫ് ജോൺ ഗ്രഷാം ബാൾഡ്വിൻ, ഇവരുടെ മകനാണ്. ആൻഡ് ഇവി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇതങ്ങനെ ഈ റോബർട്ട് ബാൾഡ്വിന് ജോൺ ഗ്രഷാം ബാൾഡ്വിൻ എന്ന് പേര് വന്നത്, അതായത് അവരുടെ കൂട്ട് അത്രയ്ക്കാണ്. അപ്പം നമ്മുടെ റോബർട്ട് ബാൾഡ്വിൻ ഒരു ആൺകൊച്ചുണ്ടായപ്പം അതിനെ മാമോദീസ മുഖാന്തരം ബാപ്റ്റിസം, പള്ളിയിൽ ബാപ്റ്റിസം ചെയ്യാൻ പോയി. അപ്പോഴത്തേനും എന്ത് പേരാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പം ഇവർ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും എൻ്റെ പേരും ഇട്ടേക്കാൻ പറയും. അപ്പം ജോൺ ഗ്രഷാം എന്നുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്, എൻ്റെ പേര് ബാൾഡ്വിൻ. അങ്ങനെ 3 in 1 ജോൺ ഗ്രഷാം ബാൾഡ്വിൻ എന്ന് റോബർട്ടിൻ്റെ മകന് പേരിട്ടു. എന്തിനാ? ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്നേക്ക് നിലനിർത്താൻ. ടു പെർപെച്യുവേറ്റ് ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ റോബർട്ട് ആൻഡ് ജോൺ ഗ്രഷാം. ഇപ്പം നമ്മൾ പ്ലേ വായിക്കുമ്പോൾ ചിലപ്പം ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ പറയും ജോൺ ഗ്രഷാം ബാൾഡ്വിൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ജോൺ ഗ്രഷാമിൻ്റെ പേരാണ്, വലിയൊരു ബന്ധമാണെന്നല്ല, ഒരു ബന്ധവുമില്ല അതുമായിട്ട്. ഈസ് ദ സൺ ഓഫ് റോബർട്ട് ബാൾഡ്വിൻ. ഹി ഹാസ് ബീൻ ഗിവൺ ദിസ് നെയിം just to honor the friendship between Robert and John Grisham. മനസ്സിലായല്ലോ? അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടോ. ഇവി എന്ന് പറയുന്നത് ജോൺ ഗ്രഷാം ബാൾഡ്വിൻ്റെ സിസ്റ്ററാണ്. എന്ന് വെച്ചാൽ ജോൺ ഗ്രഷാം ബാൾഡ്വിനും ഇവിയും റോബർട്ട് ബാൾഡ്വിൻ്റെ മക്കളാണ്. റോബർട്ട് ബാൾഡ്വിൻ്റെ മകളുടെ ഭാര്യയുടെ പേരാണ് മാർത്ത. അതാണ് മാർത്ത. ഇനി മാർത്ത ഈസ് വൈഫ് ഓഫ് റോബർട്ട് ബാൾഡ്വിൻ, മദർ ഓഫ് ജോൺ ഗ്രഷാം ബാൾഡ്വിൻ ആൻഡ് ഇവി. ഞാനിങ്ങനെ വിസ്തരിച്ച് എഴുതി എന്തിനാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇത് മനസ്സിലിരുന്നെങ്കിലേ ഉള്ളൂ ഡ്രാമ ശരിക്ക് പ്ലേ ശരിക്ക് നമുക്ക് കൺഫ്യൂഷനെല്ലാം മുന്നോട്ട് പോകും. കാരണം ഓരോ തവണ കഴിയുമ്പോൾ മാർവിൻ, ഇവി, ബാൾഡ്വിൻ, റോബർട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇതാകാ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ എഴുതിയത്. ജോൺ ഗ്രഷാം ബാൾഡ്വിൻ, സൺ ഓഫ് റോബർട്ട് ആൻഡ് മാർത്ത. ഇവി, ഡോട്ടർ ഓഫ് റോബർട്ട് ആൻഡ് മാർത്ത. അപ്പോൾ അതൊരു ഫാമിലിയാണ്. റോബർട്ട് ഈസ് ഫാദർ, മാർത്ത ഈസ് മദർ. John Grisham Baldwin is son. He's 27 years old. He's earning already. And then his sister or their daughter is Evie. Other family. A unit.
ഞാൻ പുറത്തുനിന്നുള്ളതാണ് ഇവരുടെ ഫാമിലി ഫ്രണ്ടായ ഏറ്റവും വലിയ ഫ്രണ്ടായ ജോൺ ഗ്രഷം. ജോൺ ഗ്രഷം ആണ് ബാങ്കർ, ഓണർ ഓഫ് ദ ബാങ്ക്. We have got a Livy. And then we have got a Mr. Marshall. Marshall എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ ബാങ്കാണ്. തേർഡ് സ്റ്റേറ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്നത് ദിസ് ഈസ് തേർഡ് നാഷണൽ ബാങ്ക്. അപ്പോൾ ആ പ്രദേശത്തുള്ള പ്രൈവറ്റ് ബാങ്ക്സുകളൊക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാം ടോപ്പിലുള്ള ഒരു ബാങ്കാണ്. അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് തേർഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ പബ്ലിക് ബാങ്ക്സ് ആൻഡ് പ്രൈവറ്റ് ബാങ്ക്സ്. അപ്പോൾ SBI എന്നൊക്കെ പറയുന്ന പബ്ലിക് ബാങ്കാണ്, സ്റ്റേറ്റ് ഓൺഡാണ്. അതേസമയം നമ്മുടെ വേറെ ചില ബാങ്കുകളൊക്കെ ഇല്ലേ, നമ്മുടെ ചില പേരൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ, അങ്ങനെ പ്രൈവറ്റായിട്ട് നടത്തുന്ന ബാങ്കുകളുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ബാങ്കാണ് തേർഡ് നാഷണൽ ബാങ്ക്. തേർഡ് നാഷണൽ അതിൻ്റെ ആളാണ് മിസ്റ്റർ മാർഷൽ. പിന്നെ ജോൺ ഗ്രഷം, ഓണർ ഓഫ് എറക്ട് ബാങ്ക്. റോബർട്ടിൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിട്ട് ജോൺ ഗ്രഷം എന്ന് പറയുന്ന അയാൾ ഒരു ബാങ്ക് നടത്തി, അത് പൊട്ടിപ്പോയി. അതാണ് അതിനകത്ത് ഇഷ്യൂ. അത് പൊട്ടിപ്പോയി, കേസായി. നാളെ അദ്ദേഹത്തെ കോർട്ടിൽ കൊണ്ടുപോകും, കോർട്ടിൽ കൊണ്ട് വിധിക്കും, അല്ലെങ്കിൽ ജയിലിലേക്ക് കൊണ്ടുപോകും. അതാണ് ഒരു ഇവിടുത്തെ ക്രൈസിസ്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പ്ലേയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അതേസമയം ഇത് നമ്മൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കും എന്തുകൊണ്ടാണ് ജോൺ ഗ്രഷാമിൻ്റെ ബാങ്ക് പൊട്ടിയത്. അതിൻ്റെ കാരണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ജോൺ ഗ്രഷാംസ് ബാങ്ക് റെക്സ് മീൻസ് പൊട്ടി. റെക്ക് എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിക്കുന്ന ഷിപ്പ് റെക്ക് എന്നുള്ള ഷിപ്പ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു അല്ലെ കപ്പൽ മുങ്ങി, അല്ലെ കപ്പൽ പൊട്ടി, ടൈറ്റാനിക്. റെക്കിംഗ്, ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ പൊട്ടൽ അല്ലെങ്കിൽ നാശം അല്ലെങ്കിൽ മുങ്ങൽ എന്നൊക്കെ പറയാം. അപ്പോൾ റെക്ക്, ഷിപ്പ് റെക്ക് എന്നാണ്. ഷിപ്പ് ഇല്ലാതായി പോകും, നശിച്ചു പോകുന്നു, അല്ലെ പൊട്ടിപ്പോകുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അപകടത്തിൽപ്പെടുന്നു, ഇതൊക്കെ ഷിപ്പ് റെക്കാണ്. അപ്പോൾ ഈ ബാങ്ക് റെക്കായിപ്പോയി. റെക്കായെന്ന് പറഞ്ഞാൽ ബാങ്ക് പൊട്ടിപ്പോയി. ബാങ്ക് ഓണറാണ് ജോൺ ഗ്രഷം. അത് എങ്ങനെ പൊട്ടി, എന്തുകൊണ്ട് പൊട്ടി, ആര് പൊട്ടിച്ചു, ഇതിൻ്റെ ഫലം എന്താണ്? ഫലം ഇതാണ്, നാളെ ട്രയലാണ്. ട്രയൽ എന്ന് പറഞ്ഞാൽ വിചാരണ, കോടതി വിചാരണയ്ക്ക് പോകണം. ആര്? ജോൺ ഗ്രഷം. കാരണം ഡിപ്പോസിറ്റേഴ്സ് മുഴുവൻ നമ്മളിവിടെ നാട്ടിൽ കാണത്തില്ല. ചില ബാങ്കൊക്കെ പൊട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്, ഡിപ്പോസിറ്റേഴ്സ് എല്ലാം കേസുമായിട്ടൊക്കെ പോവുകയാണ്. അവിടെ ചെന്ന് സ്ലോഗൻ, അതായത് മുദ്രാവാക്യം വിളിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പോലീസ് കേസ് കൊടുക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കിപ്പം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കറൻ്റ്ലി എത്ര ബാങ്ക് പൊട്ടിയ കഥകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രത്തിലൊക്കെ ഉണ്ടല്ലോ, പല ബാങ്കുകൾ പൊട്ടുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ കഥ പറയുന്നത്. ഈ നാടകത്തിൽ കൂടി നാടകകൃത്ത് അവതരിപ്പിക്കുന്ന അതാണ്, അവസാനിക്കുന്ന അങ്ങനെയാണ്. അപ്പം because of misappropriation of banks funds. Misappropriation, that's the key word here. Misappropriation, തിരിമറി. ഒരു ബാങ്കിൻ്റെ മാനേജർക്ക്, പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ, ആ പണം എടുത്ത് തിരിമറി നടത്താൻ പറ്റും. തിരിമറി നടത്താൻ സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കാം. അല്ല, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ബാങ്കറാണെന്ന് ഇരിക്കട്ടെ, എനിക്ക് 5 കോടി രൂപ ഡെപ്പോസിറ്റാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഇത് നല്ലൊരു കാര്യമാണല്ലോ, ഈ 5 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് ഒരു കുറേ ഷെയറൊക്കെ എടുക്കുക. അപ്പം വലിയ വലിയ കമ്പനിയുടെയൊക്കെ ഷെയർ എടുക്കാം, അപ്പം ലാഭം കിട്ടും. അപ്പം ഇവരുടെ പൈസ കുറേശ്ശെ കൊടുത്താൽ മതിയില്ല, ഇവരെ കളിപ്പിക്കാനൊന്നും പോകുന്നില്ല, കുറേശ്ശെ കൊടുക്കുക, അപ്പം എനിക്ക് ലാഭം കിട്ടും. 5 കോടി 10 കോടിയാവും, ഇവരുടെ പൈസ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നറിയാം, നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. നമ്മൾ 5 കോടി ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും പൊട്ടിപ്പാളിസാണ്. അപ്പം നമ്മൾ അടിയെ പതറും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഈ പുള്ളി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ഉപയോഗിച്ച് നശിപ്പിച്ചെന്നല്ല, എന്തോ കാര്യത്തിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. കാരണം മറ്റുള്ളവരുടെ പൈസ എടുത്തല്ലല്ലോ നമ്മൾ കാശുണ്ടാക്കുന്നത്. അവിടെ തെറ്റി, അവിടെ തന്നെ വലിയൊരു തെറ്റാണ്. എങ്ങനെയാണ് പണം, എങ്ങനെയാണ് മനുഷ്യനെ കറപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ജോൺ ഗ്രഷം കറപ്റ്റഡായിപ്പോയി. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ പൈസ എടുത്ത് ഉപയോഗിച്ചു. അങ്ങനെ ആ ബാങ്ക് പൊട്ടി. ഇതാണ്. നിങ്ങൾ മെർച്ചൻ്റ് ഓഫ് വെനീസിലൊരു കഥയില്ലേ, ബസാനിയും അന്റോണിയും. ഇപ്പം ബസാനിയക്ക് കുറച്ച് പൈസ വേണം. ഇപ്പം അന്റോണിയോട് എടുത്തത്. അന്റോണിയോ വലിയ ബിസിനസ്മാൻ, ഒത്തിരി ഷിപ്പൊക്കെ ഉള്ളതാണ്. ഇപ്പം വലിയ കൂട്ടുകാരാണ് ബസാനിയോട്. പോർഷ്യയുടെ അവിടെ വരെ പോകണം, അവിടെ ഇങ്ങനെ കല്യാണാലോചന നടക്കുന്നുണ്ട്, അതിന് പോകണം, സ്വയംവരം, പൈസ ഇല്ലെന്ന് പറയും. അപ്പോൾ അന്റോണിയോ അതിനെന്നാ ഞാൻ ഇഷ്ടംപോലെ എന്തെങ്കിലും ഉണ്ടല്ലോ പൈസ.
മനസ്സിലായില്ലേ? കൂട്ടുകാരൻ പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ബസാനി ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലില്ല, എൻ്റെ ഷിപ്പെല്ലാം ഇങ്ങനെ പോയിരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഒരു വലിയ ധനികനുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കഥയെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണ്. ഷൈലോക്കിനെ വിളിച്ചത്. ഷൈലോക്ക് എന്നെ തരാം, പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഒരു കണ്ടീഷൻ വെച്ചില്ലേ, ഈ പൈസ സമയം തിരിച്ചു തന്നില്ലെങ്കിൽ 1 പൗണ്ട് ഫ്ലഷ് നിന്റെ ദേഹത്ത് നിന്ന് ഞാൻ കണ്ടിച്ചിരുന്നു. ഈ ഷൈലോക്ക് ഇങ്ങനെ കാണരുത് ആൻ്റോണിയെ, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിനുവേണ്ടി ഈ പ്ലാനൊക്കെ ഒപ്പിച്ച് വെച്ച്. സംഭവിച്ചതന്നെ ഇവൻ പറഞ്ഞു ഇഷ്ടംപോലെ എൻ്റെ പൈസ ഉണ്ട്, ഞാൻ അടുത്ത ദിവസം തന്നെ തിരിച്ചു തരാം. പക്ഷെ സംഭവിച്ചതെന്നാ, പെട്ടെന്ന് കൊടുങ്കാറ്റിൽപ്പെട്ടു, പല ഷിപ്പുകളും നശിക്കുന്നു, ഇവൻ പാപ്പരാകുന്നു. അങ്ങനെ ഇവനെ ജയിലിൽ കൊണ്ടുപോകുന്നു. അപ്പം അതിനകത്താണ് പോർഷ്യ വരുന്നതും വിചാരണ ട്രയൽ സീൻ, വെരി ഫേമസ്. അത് അവസാനം നിങ്ങൾക്ക് അറിയാമല്ലോ, പോർഷ്യ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ 1 പൗണ്ട് ഫ്ലഷ് അല്ലേ നമുക്ക് തരാമെന്ന് പറഞ്ഞോളൂ, 1 തുള്ളി രക്തം പോലും ചിന്താൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് രക്ഷപ്പെട്ടു പോകുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതൊന്നും നടക്കുകയില്ല. ഇവിടെ ജോൺ ഗ്രിഷാം, ഓണർ ഓഫ് ദ ബാങ്ക്, റെക്ട് ബാങ്ക്, ഹി ഡസ് നോട്ട് അപ്പിയർ ഓൺ ദ സ്റ്റേജ്. ഇവിടെ ആ ക്യാരക്ടർ സ്റ്റേജിൽ വരുന്നില്ല. ഹി ഡസൻറ്റ് അപ്പിയർ ഓൺ ദ സ്റ്റേജ്. ഇപ്പോഴത്തേക്കും നമ്മൾ അയാളെ പറ്റിയാണ് ഈ കഥ, ഈ നാടകം മുഴുവൻ അയാളെ പറ്റിയാണ്. പക്ഷെ നമ്മൾ ഇതെല്ലാം അറിയുന്നത് ഇവരുടെ സംസാരത്തിൽ കൂടിയാണ്, ക്യാരക്ടേഴ്സിൻ്റെ സംസാരത്തിൽ കൂടി. ലാസ്റ്റ്ലി യു ഹാവ് ഗോട്ട് എ മെയ്ഡ്, ഒരു മെയ്ഡ് സെർവൻ്റ് ഉണ്ട്. അത് ഇത്രയാണ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഈ ഇവരുടെ ഇൻറ്ററാക്ഷൻസ്, ദി ഇൻറ്ററാക്ഷൻസ് ഓഫ് ദീസ് പീപ്പിൾ, ഫ്രം ദി ഇൻറ്ററാക്ഷൻസ് ഓഫ് ദി ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് വൺ നൈറ്റ് പ്ലേ വി കം ടു നോ അബൌട്ട് ദിസ്. ജോൺ ഗ്രിഷാം എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന്, ജോൺ ഗ്രിഷാമും റോബർട്ട് ബേർഡ്മാനും വലിയ ഫ്രണ്ട്സ് ആണെന്ന്, ജോൺ ഗ്രിഷാമിൻ്റെ ബാങ്ക് ഉണ്ടായിരുന്നു. ജോൺ ഗ്രിഷാമിൻ്റെ ബാങ്കിൽ അവൻ്റെ കാശെല്ലാം ഉപയോഗിച്ച് അവനത് പൊട്ടിപ്പോയെന്നും, അതിൻ്റെ പൊട്ടിപ്പോയതിൻ്റെ ഫലമായി ഡെപ്പോസിറ്റേഴ്സ് എല്ലാം ബഹളം വെച്ചെന്നും, അങ്ങനെ ബഹളം വെച്ചപ്പം കൂടാതെ ഗവൺമെൻറ് തന്നെ അവനെതിരായിട്ട് കേസെടുത്തെന്നും, നാളെ ഇത് ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു വിചാരണ നടക്കാൻ പോവാണെന്നും, ആ ഒരു സന്ദർഭത്തിൽ റോബർട്ട് ബോൾവിൻ ഈസ് John Grisham asks Robert Baldwin to come and go and meet him. ഇങ്ങനെ നിൽക്കുകയാണ്, നാളെ ട്രയലാണ്. അപ്പോഴത്തേക്കും ജോൺ ഗ്രിഷാം ആളെ വിട്ടു, റോബർട്ട് ബാൾവിനോട് പറയും എൻ്റെ അടുത്ത് വരണമെന്ന് പറയും. അങ്ങനെ റോബർട്ട് ബാൾവിൻ വീട്ടിൽ നിന്ന് പോയി. ആരെ കാണാൻ? ജോൺ ഗ്രിഷാമിനെ കാണാൻ. ഇങ്ങനൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താ സ്റ്റേജ് ഡയറക്ഷൻ പറയുന്നത് എന്നാണ്, ഇറ്റ് ഈസ് എ റാദർ ഹോട്ട് ആൻഡ് സൾട്രി ആഫ്റ്റർനൂൺ. അപ്പം ഒരു സൾട്രി ആഫ്റ്റർനൂൺ, സൾട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ദിവസം പറയല്ലോ വല്ലാതെ പുഴുങ്ങുന്നെന്ന് പറയാം, ആവിയും പുഴുക്കലും ഇതും ഭയങ്കരമായിട്ട് കാർമേഘം നിറഞ്ഞിരിക്കുന്ന ഒരു ആകാശമുള്ള ഒരു ദിവസം ഒരു പുഴുങ്ങുന്ന ഫീലിംഗാണ് അല്ലേ, അതാണ് സൾട്രി ആഫ്റ്റർനൂൺ. ആൻഡ് ദ സൺ ഓവർ ഹെഡ് ആൻഡ് ദ ബേക്ക്ഡ് ക്ലേ, ചുട്ടുപഴുത്ത ക്ലേ എന്ന് പറഞ്ഞാൽ മണ്ണ്, ചുട്ടുപഴുത്ത മണ്ണ്, അണ്ടർ ഫുട്ട് ആർ മേഴ്സിലെസ്. മേഴ്സിലെസ് ആണ് ക്രൂരം. The sun is shining and then cloudy, കാല് വെക്കുന്നതെല്ലാം ചൂട്. ഉദാഹരണം നമ്മുടെ ഒരു ഫെബ്രുവരി മാർച്ച് മാസം കണക്കാക്കി. മേഴ്സിലെസ് ക്രൂരമായിട്ട്, ആരാ? ചൂടിൻ്റെ ക്രൂരത. അതായത് says in the distance lowering clouds give promise of coming relief. ലോവറിങ് താഴ്ന്നു വരുവാണ്, ക്ലൗഡ്സ് കാർമേഘങ്ങൾ താഴ്ന്നു വരുന്നു. അത് നോക്കുമ്പോൾ അറിയാം റിലീഫ്, ആശ്വാസം. എന്താ എങ്ങനെ ആശ്വാസം തരുന്ന? മഴ. ഇതാ മഴ വരാൻ പോവുക. ആൻഡ് അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്, ഒരു നല്ല നൈസ് ചെറിയ വീട്. അതാണ് ആരുടെ വീടാണ്? റോബർട്ട് ബാൾവിൻ, മാർത്ത, ജോൺ ഗ്രിഷാം ബാൾവിൻ ആൻഡ് ഇവി, ഇവരുടെ വീടാണത്. ലിറ്റിൽ കോട്ടേജ്, ട്രിം, അല്ല വെൽ കെപ്റ്റ്. പാർലർ വിൻഡോ, പാർലർ എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സിനെയൊക്കെ ഇരുത്തുന്ന ഒരു മുറി, അതാണ് പാർലർ എന്ന് പറയുന്നത്. ആ വിൻഡോ കോട്ടേജ്. The Baldwin family is anxiously awaiting the return of its head. Baldwin family head ആരാണ്? റോബർട്ട് ബാൾവിൻ. ഇപ്പോൾ റോബർട്ടിൻ്റെ വരവും കാത്തിരിക്കുകയാണ്. റോബർട്ട്, ജോൺ ഗ്രിഷാം ആളയച്ചു, റോബർട്ടിന് പോകാതിരിക്കാൻ പറ്റിയില്ല. റോബർട്ട് പോകുന്നു. റോബർട്ട് പോയിട്ട് തിരിച്ചു വരുന്നില്ല.
ഒത്തിരി നേരമായിട്ടും തിരിച്ചു വരുന്നത്. അപ്പം ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും അങ്ങനെ ജനലിലേക്ക് പോയി നോക്കും. ഓ ഇത് നോക്കും, അവിടെ മഴ പെയ്യാൻ പോകും. ഓ അത് ചൂടാണ്, ഇത് സൺ ഷൈനിങ്. എന്താ താഴെ കാലാണെങ്കിൽ അവർ പറയുകയാണ് ചുട്ടുപഴുത്ത ഭൂമി. ഇതെന്തൊരു കഷ്ടമായ വല്ലാത്തൊരു കണ്ടീഷൻ. തന്നെ Baldwin family is anxiously awaiting the return of its head. Means Robert Baldwin. Then he says, John, the son, John Gresham Baldwin, the son, an average young man of 27, is smoking a pipe. Cigarette അല്ല, പൈപ്പ് എന്ന് പറയുന്നത് കണ്ടാണല്ലോ. അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു പാത്രം പോലെ ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ ടൊബാക്കോ ഇട്ട് കത്തിച്ചില്ല. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഡോണ്ട് ഡു ഇറ്റ്. അപ്പോൾ ഞാനിത് കാണിച്ചതേ ഉള്ളൂ. ആൻഡ് ദെൻ average young man of 27 is smoking a pipe as philosophically. പൈപ്പൊക്കെ സ്മോക്ക് ചെയ്ത് മുഖത്തോട്ട് നോക്കിയാൽ വലിയ തത്വചിന്തകന്മാരാന്ന് വിചാരിക്കും. വേറെ ചിലരില്ലേ തുണിസഞ്ചിയൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തത്വചിന്തയുടെ ഭാഗമാണ്. തത്വചിന്തകനാണെന്ന് താടിയൊക്കെ നീട്ടി ഒരു തുണിസഞ്ചിയൊക്കെ തൂക്കിയിട്ട് പൈപ്പൊക്കെ വലിയ തത്വചിന്തകനാണെന്ന് തോന്നും. എന്തുമാത്രം തത്വചിന്തയൊന്നും നമുക്കറിയത്തില്ല. ഫിലോസഫിക്കലി as if this day were in no whit means ചെറിയ ഇതുപോലും more momentous than any other. As if this day were in no whit more momentous than any other. എന്ന് പറഞ്ഞാൽ എന്താ? momentous means important. പുള്ളിക്ക് ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും പുള്ളി കളിക്കാൻ. momentous പുള്ളി പൈപ്പൊക്കെ വെച്ച് തത്വചിന്തനെ പോലെ ഇരിപ്പുണ്ട്. 27 വയസ്സാണ്. അപ്പം പോയ കാര്യം ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര ആങ്സൈറ്റിയാണ്, പക്ഷെ പുള്ളിക്കില്ല. മൊമെന്റസ് ദാൻ എനി അതർ ഡേ, എനി അതർ. പുള്ളി ഈ ദിവസവും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഒരുപോലെയാണ്. മൊമെന്റസ് മീൻസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ വെരി ഒരു എന്തോ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസം. പുള്ളിക്ക് അതൊന്നുമില്ല. ബട്ട് ഹിസ് മദർ ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ് മീൻസ് കാം ഹെർസെൽഫ്, സമാധാനിക്കാൻ. മദറിന് ഒരു സമാധാനമില്ല, കാരണം ഇവരുടെ ഹസ്ബൻഡല്ലേ പോയിരിക്കുന്നത്. അതും വല്ലാത്തൊരു സാഹചര്യം. കമ്പോസ് ഹെർസെൽഫ് വിത്ത് ഹെർ നിറ്റിങ് എന്ന് പറയാം. പിന്നെ നമ്മൾ ചില കണ്ടല്ലേ ബനിയൻ കൈകൊണ്ട് തുന്നുക, അല്ലെ സ്വെറ്റർ തുന്നുക, അതാണ് നിറ്റിങ്. മീൻസ് തുന്നുക എന്നുള്ളത്. ഹസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ് ഇൻ ദ ലാസ്റ്റ് ഹാഫ് അവർ. അപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കര ആങ്സൈറ്റിയാണ്. മകനൊരു ആങ്സൈറ്റി ഇല്ല. മകൻ അപ്പം പോയി വരും, പക്ഷെ അമ്മയാണ് ഭയങ്കര ആങ്സൈറ്റി. അതുകൊണ്ട് ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് നിറ്റിങ് നടത്തുന്നുണ്ട്, പക്ഷെ ഒട്ടും പ്രോഗ്രസ് ചെയ്യുന്നില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ല, പ്രയാസം വരുമ്പോൾ നമ്മളെല്ലാം എഴുതുമ്പോൾ പ്രയാസം വരുമ്പോൾ നടന്നു വയ്ക്കും, നീങ്ങിയല്ല. എന്ത് ചെയ്താൽ നീങ്ങിയല്ല. എല്ലാ സമയത്തും നമുക്ക് പെട്ടെന്ന് നീങ്ങും. ഇത് ഞങ്ങൾക്ക് ചെയ്തിട്ട് നീങ്ങുന്നൊന്നുമില്ല. പുള്ളി കമ്പോസ് ഹെർസെൽഫ്, കാം ഹെർസെൽഫ്, സമാധാനിപ്പിക്കാൻ മനസ്സിലായി, ശരീരത്തിന് സമാധാനിപ്പിക്കാൻ. ദെൻ വാട്ട് ഇവി ഹിസ് സിസ്റ്റർ ടേക്സ് നോ പെയിൻസ് ടു കൺസീൽ ഹെർ നെർവസ്നെസ്. അതാണ് അമ്മയുടെ നെർവസ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് നിറ്റിങ് നടത്തുക. പക്ഷേ ഇവി ഡോക്ടറിന് അങ്ങനെയല്ല. ഇവി ഷീ ഈസ് വെരി ആങ്ഷ്യസ്. ഷീ ഈസ് not hiding her nervousness. She is very nervous, and again she is going to the window and looking out whether her father is coming out. ഇപ്പോൾ 3 ക്യാരക്ടേഴ്സും 3 രീതിയിലാണ് നമ്മൾ കാണുന്നത്. ബൾഡ്വിൻ ഫാമിലി. Baldwin has gone because he has been asked to meet John Gresham, the owner of the wrecked bank. മകൻ 27 വയസ്സുള്ള അവൻ ഒരു വലിയ സോക്രട്ടീസിനെ പോലെ ഒരു സ്മോക്കിംഗ് ഒക്കെ നടത്തി അവിടെ ഇരിക്കുക. ആ ഇതൊന്നും ബോധമില്ല. അമ്മ ഭയങ്കര നെർവസ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സ്വെറ്റർ ഇങ്ങനെ കൈകൊണ്ട് തുന്നിക്കൊണ്ടിരിക്കും. മകൾ ഭയങ്കര നെർവസാണ്. അവൾ ഒട്ടും മറച്ചു വെക്കുന്നില്ല. ഷീ ഡസൻറ്റ് hide anything. Ivi's sister takes no pains to conceal. Conceal means hide her nervousness. There is a tense pause. It seems as if none of them likes to break the silence. There is a complete nishabdadya. ഒരു പിന്താഴ്വനാണ്. അത് എല്ലാവരും ഇങ്ങനെ ടെൻസ്ഡാണ്, എക്സെപ്റ്റ് ജോൺ ഗ്രഷം, സൺ ഓഫ് റോബർട്ട്സ്. അപ്പം ടെൻഷൻ എന്നൊക്കെ പറയുക, ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു പോസ് ചെയ്യാന്ന് പറയാൻ അവിടെ ഒരു ശാന്തത. പോസ്. It seems as if none of them likes to break the silence.
For the 10th time in 10 minutes, Evie goes to the window and looks out along the sultry road. Sultry road means very hot road. ഞാൻ പറയുന്നല്ലോ ചുട്ടുപഴുത്ത റോഡ് എന്നാണ്. ചുട്ടുപഴുത്ത റോഡൊക്കെ ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുക. സൾട്രി ആഫ്റ്റർനൂൺ ആണ്. ഇപ്പം ഇവിടെ സിസ്റ്റർ ഇവി ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മിനിറ്റിലും ഇങ്ങനെ വരിക. അയ്യോ അപ്പം വന്നു, അപ്പം വന്നു, അങ്ങനെ ടെൻസ്ഡ് ആയിരിക്കും. അണ്ടർസ്റ്റാൻഡ്? Then nobody likes to break the silence and the sultry road. അതിനായപ്പോഴത്തേക്കും മാർത്ത പറയാം, മാർത്തയ്ക്ക് സഹിക്കാൻ പറ്റില്ല. It's time he was home. മദർ പറയാണ്, it's time he was home. He wants അല്ല, ഓ അപ്പം വരേണ്ട സമയം കഴിഞ്ഞു. ഇവി, yes mother. Mother, Martha, I do hope he hasn't forgotten his umbrella. He has such a habit of leaving it behind him. I think that he has taken the umbrella. It will rain now. It's going to rain. Apart putting an avia, not in the lowering clouds. I think that she must have taken. She is worried on two things. One, he is absent. He has gone. It's time for him to come back. Secondly, he has not taken the umbrella. Yes, mother, Evie says. It might rain. Don't you think so, Evie? Mother again. Don't you think so, Evie? It's going to rain. Don't you think so? Without wasting time for an answer, she goes to the window and looks out anxiously. The sky is dark. Don't you think that there's a ഉത്തരം കിട്ടാനൊന്നും അവിടെ നിൽക്കുന്നില്ല. ഓടിച്ചെന്ന് വിൻഡോയുടെ അപ്പോൾ the sky is dark. ഇപ്പം തന്നെ മഴ പെയ്യുന്നു. അതാണ്. She starts പെട്ടെന്ന് ഞെട്ടൽ. John rises slowly. John കേൾക്കുന്നില്ല. Moves to the center table and what he does is that he knocks the ashes of his pipe. ഉള്ളി പൈ ഈ സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ആഷ് വരുമല്ലോ, ചാരം ഇങ്ങനെ ഉടങ്ങിയിട്ട്. His mother turns to him. John, run into your father's room and see that the windows are closed. That's a good boy. John says, right home. ഇതാണ് അച്ഛൻ്റെ മുറിയിൽ ഓടിച്ചില്ല, വിൻഡോസ് എല്ലാം അടച്ചാണെന്ന്. ഇപ്പം കാറ്റും മഴയും വരാൻ റൈറ്റോ പുള്ളി സ്കൂളായി. ശരി, അപ്പം ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോ? John Gresham, Robert Baldwin has gone to meet John Gresham at the request of John Gresham, the banker who has wrecked his bank. വീട്ടിൽ ഇങ്ങനെ ഒരു ആഫ്റ്റർനൂൺസ് ആണ്, സൾട്രി ആഫ്റ്റർനൂൺ ആണ്. ഇപ്പം ബാക്കി ഫാമിലി മെമ്പേഴ്സ് 3 പേരും, അമ്മയും 2 മക്കളും. മകൻ്റെ പേര് ജോൺ ഗ്രഷാം ബാൾവിൻ, മകളുടെ പേര് ഇവി. ഇവരിങ്ങനെ അപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 3 പേരുടെ ആറ്റിറ്റ്യൂഡ് 3 ആണ്. മകന് വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അമ്മയെ മറിച്ച് വെക്കാനായിട്ട് തുന്നലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മകൾക്ക് ഭയങ്കര വിഷമം. അവൾ ഓരോ മിനിറ്റിലും ഇങ്ങനെ പോയി നോക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും സ്കൈ ക്ലൗഡിയാണ്, അത് മഴ പെയ്യുന്നുണ്ട്. 2 കാര്യത്തിലൊക്കെ വറിയിടും. ഒന്നാമത്തെ കാര്യം അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം മഴ പെയ്യാൻ പോവാണ്. അതുകൊണ്ട് കുടയെങ്ങാനും എടുത്തിട്ടുണ്ടോ? അച്ഛനങ്ങനെ ഒരു സ്വഭാവമുണ്ട്, കുടയൊന്നും എടുക്കാറില്ല. അപ്പോൾ ആ പഴയ അമ്മയും മകളും കൂടെ കൺസേൺഡായി ഓടിച്ചെന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാ മഴ ഡാർക്കാണ്, ക്ലൗഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറയണം മകനോട്, നീ ഓടിച്ചെന്ന് നോക്കി അച്ഛൻ്റെ മുറിയെല്ലാം അടച്ചിട്ടാണെന്ന് നോക്കി. പുള്ളിക്കാരൻ പയ്യ രാവിലെ മരിച്ച് പുള്ളി പോവാണ്. അപ്പം നാളെ നമുക്ക് ബാക്കി പറയാം. അതുവരെ ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് ടോൾഡ് യു. ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. Today I just told you the background, and then tomorrow we will read the play. എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ കൊണ്ടുവരണം. നമുക്ക് ആ നല്ലപോലെയൊക്കെ നല്ലൊരു പ്ലേ ആണ് ഇത്. ശരിക്കും നല്ലപോലെ പറഞ്ഞ് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് പ്രാക്ടീസ് നടത്താം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റേ ചെയ്യാം. കോവിഡൊക്കെ മാറും. ബൈ, ഹാവ് എ നൈസ് ഡേ, എൻജോയ് യുവർ ലൈഫ്.